നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പരമാത്മതത്വ അന്യത്വേന നിരൂപ്യമാണ്. അത് വിചാരം ചെയ്യുന്നു, അപ്പോഴേ ഉള്ളൂ. അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ എന്നർത്ഥം. വിവേകം കൊണ്ടത് മനസ്സിലാക്കുന്നു. രജ്ജുവിന് സർപ്പത്തെ കാണുമ്പോൾ വിചാരം കൊണ്ടാണ് അവിടെ ബോധ്യം വന്നത് എന്ന് ചോദിക്കും. അത് സർപ്പം തന്നെയാണെന്ന് വിചാരം കൊണ്ടാണോ ബോധ്യം വന്നത്? അല്ല, വെളിച്ചം വന്നു, സർപ്പമാണെന്നറിഞ്ഞു, ഇവിടെ വിചാരത്തിന്റെ ആവശ്യം വന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷെ അവിടെയും ബോധ്യം വന്നത് വിചാരം കൊണ്ട് തന്നെയാണ്. എങ്ങനെ? രജ്ജുവിൽ സർപ്പത്തെ കണ്ടു, വെളിച്ചം വന്നു, സർപ്പം പോയി, രജ്ജു മാത്രമേ ഉള്ളൂ. അനുഭവം വന്നു. പക്ഷെ സർപ്പം പോകുന്നില്ല, സർപ്പം അവന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. സർപ്പത്തെക്കുറിച്ചുള്ള ഭയം അവന്റെ ഉള്ളിലുണ്ട്, സർപ്പത്തിന്റെ രൂപം അവന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ വിചാരം ചെയ്യുന്നു, എന്തായിരുന്നു ആ സർപ്പം? അവിടെ വിചാരത്തിന്റെ ആവശ്യമുണ്ട്. ഇതുവരെ സർപ്പമായി അനുഭവപ്പെട്ടിരുന്ന എന്താണ്? എന്തുകൊണ്ടങ്ങനെ അനുഭവപ്പെട്ടു? ചിന്തിക്കേണ്ടി വന്നു. ചിന്തിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് എന്താണോ? അത് രജ്ജു തന്നെയാണ്. രജ്ജുവാണെന്നുള്ള ബോധം ഉണ്ടായതിനു ശേഷവും അവന്റെ ദൃഷ്ടിയിൽ നിന്ന് സർപ്പം മറഞ്ഞതിന് ശേഷവും അവന്റെ ഉള്ളിൽ സർപ്പമുണ്ട്. എന്തുകൊണ്ട് അവൻ സർപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? എന്താണ് പരമാർത്ഥമെന്ന് അറിഞ്ഞതിന് ശേഷം പ്രതീതമായിരിക്കുന്ന ആ മിഥ്യാവസ്തു മാഞ്ഞു പോകില്ലേ എന്ന് നമ്മൾ ചോദിക്കും. മാഞ്ഞു പോകുന്നില്ല, തന്റെ മനസ്സിലതുണ്ട്. അയ്യോ, അത് മനസ്സിലുണ്ട്, പക്ഷെ പുറമേ ഇല്ലല്ലോ. നേരത്തെ പുറമേ ഉണ്ടായിരുന്നു? ഇല്ല. സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത് പുറമേ ഇല്ല. സർപ്പമല്ല രജ്ജുവാണെന്ന് അറിഞ്ഞതിന് ശേഷവും അത് പുറമേ ഇല്ല, വ്യത്യാസമില്ല. പിന്നെന്താണ്? മുമ്പ് പുറമേയാണെന്ന് തോന്നിയതാ, പുറമേ ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ്? ആ, രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടായി, സർപ്പം പോയി. ഇല്ല, പോകുന്നില്ല. ഉള്ളതുകൊണ്ടാണ് പിന്നെ ചിന്തിക്കേണ്ടി വരുന്നത്. അതെന്താണ്, എന്തുകൊണ്ടാണ്? അതുള്ളതുകൊണ്ടാണ്. അല്ലാതെ പുറമേ ഉണ്ടായിരുന്നു പോയില്ല. മുമ്പും അത് പുറമേ ഉണ്ടായിരുന്നില്ല, മുമ്പും ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് ഉള്ളിൽ തന്നെ. അയ്യോ, അത് മുമ്പത് ഞാൻ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് സമയം എന്റെ മുമ്പിൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അതിനെക്കുറിച്ചുള്ള സ്മരണയുള്ളൂ. അതും ശരിയല്ല. പ്രത്യക്ഷമായി കാണണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സമ്പർക്കം വേണം. ഇവിടെ ആ വിഷയമേ ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെ അത് പ്രത്യക്ഷമാകും? പറയാതെ മാനസിക പ്രത്യക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോഴും അത് മാനസിക പ്രത്യക്ഷമാണ്. മനസ്സിലാ സർപ്പം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ചിന്തിക്കേണ്ടി വരുന്നത്, എന്തായിരുന്നു അത്? അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും. ഈ രജ്ജു എന്തുകൊണ്ടാണ് സർപ്പമായി പ്രതീതമായത്? അതുപോലെ തന്നെയാണ് ഈ നാമരൂപങ്ങളുടെ കാര്യം. ഈ നാമരൂപങ്ങളെ
അന്യമായി കാണുന്നവനെ സംബന്ധിച്ച് ഇത് ബാഹ്യമായി പ്രത്യക്ഷമായി നിലനിൽക്കുന്നതാണെന്നാണ് അനുഭവം. രജ്ജുവിനെ സർപ്പത്തെ ഞാൻ പ്രത്യക്ഷമായി കണ്ടെന്ന് പറയും പോലെ അതിനെ നിഷേധിക്കാൻ വയ്യ. ഇതാ ഞാൻ പ്രത്യക്ഷമായി കണ്ടിരിക്കുകയാണ്, എന്റെ മുമ്പിൽ ഞാൻ കണ്ടതാണ്. വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് മുമ്പിൽ കണ്ടതല്ല, പിന്നെയോ അത് എന്റെ ഉള്ളിൽ കണ്ടതാണ്. അവിടെ മുമ്പും പിമ്പും എല്ലാം സൃഷ്ടിച്ചത് തന്റെ ഉള്ളാണ്, തന്റെ തന്നെ അറിവാണ് അതൊക്കെ സൃഷ്ടിച്ചത്. ഇതം എന്നൊരു ഭാവത്തെ സൃഷ്ടിച്ചു, അതിൽ സർപ്പം എന്ന് പറയുന്ന ഭാവം, ഇതെല്ലാം അറിവാണ്. അതുപോലെ ഈ അറിവ് തന്നെയാണ്, നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ സ്വഭാവം തന്നെയാണ് ഈ നാമരൂപങ്ങളെ ഇങ്ങനെ ബാഹ്യമായി സൃഷ്ടിച്ച് കാണിക്കുന്നത്, ഇതം രൂപത്തിൽ അതിനെ സൃഷ്ടിച്ച് കാണിക്കുന്നത്. ഈ അറിവിന്റെ തന്നെ സ്വഭാവമാണ്. അതിന്റെ തന്നെ സ്വഭാവമാണ് ഇതിനെ അസ്തിത്വം എന്നുള്ള നിലയ്ക്ക് അനുഭവപ്പെടുന്നത്. എന്ന് ചിന്തിച്ചു നോക്കുക, അസ്തിത്വത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിന്തിക്കാൻ എന്താണ്? ഒന്നുമില്ല. കേവലമായ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് എല്ലാ ചിന്തകളും നടക്കുന്നത്. അത് രജ്ജു സർപ്പം എന്ന് പറഞ്ഞാലും മരീചിക എന്ന് പറഞ്ഞാലും നാമരൂപം എന്ന് പറഞ്ഞാലും എല്ലാം ഒരുപോലാണ്. എല്ലാം അറിവിന്റെ തന്നെ സ്വഭാവമാണ്. ഇങ്ങനെ കാണുന്നത് അറിവിനങ്ങനെ സ്വഭാവം വരാം, രണ്ട് സ്വഭാവം. അറിവെന്ന് പറയുന്നത് അസ്തിത്വം സത്യമല്ലേ? അതെ, അതിനെ സത്യമായി അംഗീകരിച്ചാൽ പിന്നെ രണ്ട് സ്വഭാവമില്ല. രണ്ടാമതൊന്നെന്ന് പറയുന്നത് സത്യമല്ല, അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ആ സത്യത്തിനെ ബാധിക്കാൻ അതിന് കഴിയത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഭ്രാന്തിയെ സത്യം മാറ്റുന്നു, അത് സംഭവിക്കുന്നു. സത്യത്തിന് ഭ്രാന്തിക്ക് മാറ്റാൻ കഴിയുന്നില്ല. സർവപ്രതീതി ഉണ്ടായി. എന്തുകൊണ്ട്? അവിടെ രജ്ജുബോധം ഇല്ലാത്തതുകൊണ്ട്, സത്യബോധം ഇല്ലാത്തതുകൊണ്ട് പ്രതീതി ഉണ്ടാവും. സത്യബോധം ഉണ്ടായാലോ ഉടനെ അത് ഭ്രാന്തി മാറുന്നു. പിന്നെ ഭ്രാന്തിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയാത്തതുപോലെ. അതിന് ഭ്രാന്തിക്ക് ബാധിക്കാൻ കഴിയുമോ? സാധ്യമല്ല. എന്തുകൊണ്ട്? ആ സത്യബോധത്തിനെ ഭ്രാന്തിയെ സത്യം ബാധിച്ചു. അങ്ങനെ സത്യബോധത്തെ ഭ്രാന്തിക്ക് ബാധിച്ചുകൂടി? ഇല്ല, സാധ്യമല്ല. എന്തുകൊണ്ട്? സത്യബോധത്തിൽ ഭ്രാന്തിക്ക് നിലനിൽപ്പില്ല. വെളിച്ചത്തിന്റെ ഇരുട്ടിന് നിലനിൽപ്പില്ലാത്തതുപോലെ രജ്ജുബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പബോധമില്ല. അല്ല, നേരത്തെ രജ്ജു ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് സർപ്പബോധം ഉണ്ടായിരുന്നു. അത് ശരിയാ, രജ്ജു ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ രജ്ജുബോധം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചാണ്, അതാണ് മുഖ്യം. രജ്ജു തന്നെ ഏകമായിരുന്നു, പക്ഷെ അവിടെ രജ്ജുബോധം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അജ്ഞാനം, രജ്ജു അജ്ഞാനം, ആ ബോധമില്ലായ്മ, അവിടെ സർപ്പബോധം ഉണ്ടാകുന്നു. അതുപോലെ ഇതിന്റെ പരമാർത്ഥബോധം ഇല്ലാതിരിക്കുമ്പോൾ ഈ നാമരൂപങ്ങളുടെ നാമരൂപ പ്രതീതി ഉണ്ടാകുന്നു. പ്രതീതി ഉണ്ടാകുക മാത്രമല്ല, സത്യമായ പ്രതീതി ഉണ്ടാകുന്നു. ഭൗതിക പ്രതീതി ഉണ്ടാകുന്നു. അതിനാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യമാണെന്നുള്ള അനുഭവം തന്നെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഈ പരമാർത്ഥബോധം ഇല്ലാത്തതുകൊണ്ട്. പരമാർത്ഥബോധം ഉണ്ടാകുമ്പോഴോ പിന്നെ ഈ നാമരൂപാത്മകമായ മിഥ്യാപ്രതീതിയില്ല. അതെങ്ങനെ പറയാൻ പറ്റും? രജ്ജു സർപ്പത്തിന്റെ കാര്യത്തിൽ ശരിയാണ്, അവിടെ സർപ്പപ്രതീതി പോയി. ഇല്ല, അവിടെയും പോയിട്ടില്ല.
അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെ ഈ സർപ്പപ്രതീതി പോകുന്നില്ല. രജ്ജുബോധം ഉണ്ടായിട്ടും വീണ്ടും വിചാരം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ? എന്താണത്, എങ്ങനെയാണത്, എന്തുകൊണ്ട് സംഭവിച്ചു? എത്രയോ ഭ്രാന്തികളുണ്ടായി. ആ ഭ്രാന്തികളിൽ നിന്നെല്ലാം മുക്തമായി വീണ്ടും ആ ഭ്രാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ ഭ്രാന്തിയിൽ നിന്നും മുക്തമായ മനസ്സ് തന്നെ ചിന്തിക്കണമെങ്കിൽ അവിടെ വിഷയം വേണ്ടേ? അത് ശരി, അവിടെ പുറമേ ഇല്ല, ഉള്ളിൽ. ആ പുറമേ ഉള്ളെന്നുള്ള ഭേദമില്ല. അത് നമ്മൾ മനസ്സിലാക്കി. ഒരിക്കലും ഇത് പുറമേ അല്ല, മറിച്ച് എന്താണ്, എപ്പോഴും ഇത് ഉള്ളിലാണ്. ഉള്ളെന്ന് വെച്ചാൽ എന്താ? ബോധം. ബോധം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഉള്ള് പുറം എന്നുള്ള വ്യത്യാസമില്ലാത്തതാണ്. പക്ഷെ ആ ബോധം തന്നെ എന്ത് ചെയ്യുന്നു? അവിവേകം കൊണ്ട് ഉള്ള് പുറം എന്നുള്ള രണ്ട് ഭാവത്തെ സൃഷ്ടിക്കുന്നു. ഒന്ന് അഹംവൃത്തിയും മറ്റൊന്ന് നിദംവൃത്തിയും. അത് ഈ ഭ്രാന്തിയുടെ സൃഷ്ടിയാണ്. അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അറിവ് ഇത് രണ്ടും സൃഷ്ടിക്കുന്നു, അഹമെന്നും ഇതമെന്നും. അതുകൊണ്ട് അനുഭവം വരുന്നു. ഞാനിതാ സർപ്പത്തെ കാണുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകും. അത് ഈ അറിവിന്റെ തന്നെ സ്വഭാവവിശേഷമാണ്. അതാണ് ഈ സ്വഭാവവിശേഷങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ അത് ഏകാന്തമായി അദ്വൈതമായിരിക്കുന്നു. അതാണ് സുഷുപ്തിയിൽ. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അകവും പുറവുമായി ഈ നാമരൂപങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു അറിവ് തന്നെ. ഈ നാമരൂപങ്ങളെല്ലാം എന്താണ്? അത് അറിവ് തന്നെയാണ്. അറിവെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം. അതെങ്ങനെ സ്വഭാവമാകും? അതാണ് നമ്മൾ ചിന്തിച്ചത്. സ്വഭാവമാകുന്നതുകൊണ്ട് അറിവിന് ദോഷമൊന്നുമില്ല. കാരണം അറിവിന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. അത് പരമാർത്ഥമാണ്, മാറ്റം സംഭവിക്കുന്നത്. പിന്നെ പരമാർത്ഥമല്ലാത്തത് അതിനൊരിക്കലും പരമാർത്ഥത്തെ ബാധിക്കാനോട്ട് കഴിയുന്നുമില്ല. പരമാർത്ഥമല്ലാത്ത എങ്ങനെയാണ് പരമാർത്ഥത്തെ നിരാകരിക്കുന്നത്? അപ്പം നാമരൂപങ്ങൾക്ക് ഒരിക്കലും ഈ തത്വത്തെ നിരാകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിനവിടെ ഈ അറിവിന്റെ തന്നെ സ്വഭാവമായിരിക്കുന്ന വിവേകജ്ഞാനം ആവശ്യമാണ്. ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അങ്ങനെ നിരാകരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താണ്? നിരൂപ്യമാണേ. അതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ വിവേചനം ചെയ്യുമ്പോൾ നാമരൂപേ നാമരൂപങ്ങൾ മൃദാദി വികാരവ മൃത്ത് ജലം ഇവയുടെ വികാരങ്ങളെപ്പോലെ വസ്തുവന്തരെ അന്യവസ്തു അന്യത്വേന തത്വനസ്ഥ അന്യമായി എന്ന് വെച്ചാൽ സ്വതന്ത്രമായി തത്വത്തിലില്ലാതെ ഓരോ വാക്കും വളരെ സൂക്ഷ്മമായും അതിശയം വ്യക്തമായും ആ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി വളരെ കണക്കുകൂട്ടി പ്രയോഗിച്ചിരിക്കുകയാണ്. നാമരൂപവും വസ്തുന്തരങ്ങളല്ല. എന്തിൽ നിന്നും? ഈ അറിവിൽ നിന്നും, ഈ സത്തയിൽ നിന്നും, ഈ പരമാർത്ഥമായ തന്റെ സ്വരൂപത്തിൽ നിന്നും. തത്വത്തിൽ അന്യമല്ലെന്നാണ്. അന്യമല്ലെന്ന് പറയുന്നില്ല, അന്യം തന്നെയാണ്. കാരണം ഞാനിതിപ്പോൾ അന്യമായി അറിയുന്നു. എന്തുകൊണ്ട്? ഞാനിതാ ഇതിനെ അറിയുന്നു. അടുത്ത ഭാഷകാരൻ പറയും, ഈ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല അദ്വൈതം പറയുന്നു. ഈ അനുഭവത്തെ ഇല്ലാതാക്കാനോ ഈ അനുഭവത്തെ മറക്കാനോ ഒന്നുമല്ല. ഈ അനുഭവം ഉള്ളത് തന്നെയാണ്. പക്ഷെ തത്വത്തിലല്ല. ഉള്ളതെന്ന് പറയുമ്പോൾ തത്വത്തിലെന്ന് ധരിക്കരുത്. പിന്നെ ഇതിനെ പറയും ഒരു ഭ്രാന്തമായ അനുഭവം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രതീതി എന്നുള്ള നിലയ്ക്ക്.
പരമാർത്ഥമല്ലാത്ത അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം അന്യമായിട്ടുണ്ട്. ആണ് പറയുന്നത് തത്വതോ അന്യത്വേന നഷ്ട. തത്വത്തിൽ ഇത് അന്യമായിട്ടില്ല. സലില ഭേന ഘടാതി വികാരവദേവ അങ്ങനെ ദൃഷ്ടാന്തം പറയും. ഈ തത്വത്തെ മനസ്സിലാക്കുന്നത് ഒരു ദൃഷ്ടാന്തം തന്നെയുണ്ട്. അതാണ് ഈ അവസ്ഥാത്രയം, തന്നിൽ അനുഭവിക്കുന്ന ഈ അവസ്ഥാത്രയം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിനുണ്ട്. ഒരു തരത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയും തന്റെ ഈ അനുഭവതനവുമൊക്കെ ഇതെല്ലാം ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭ്രാന്തിയിൽ നിന്നും അവന്റെ ബോധത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൃഷ്ടാന്തം പറയുന്നത് സലിന ഭേന ഘടാതി വികാരവദേവ. ഇതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ വിവേകപൂർവകമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. ആ വിവേകമില്ലെങ്കിൽ കാര്യം വേറെ. അതുകൊണ്ട് നാമരൂപ ഉപാധികൾ ഉണ്ട് എന്ന് കരുതിയാൽ പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയാൻ പറ്റില്ല. ഉള്ളത് മിഥ്യയാകത്തില്ല. പിന്നെ ഈ നാമരൂപങ്ങൾ തത്വതഃ അന്യത്വേന നസ്ഥ, പരമാർത്ഥത്തിൽ അന്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മിഥ്യയാകുന്നതിനൊരു പ്രപഞ്ചമില്ല. അപ്പൊ സത്യമാകാനും ഒരു പ്രപഞ്ചമില്ല, മിഥ്യയാകാനും ഒരു പ്രപഞ്ചമില്ല. പിന്നെ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത് അദ്വൈതത്തിൽ അത് അസംബന്ധമാണോ? അല്ല. ഇത് അന്യത്വേന നിലനിൽക്കുന്നു എന്ന് കരുതുന്നവൻ ഇതിന് സ്വതന്ത്രമായ തത്വത്തിലുള്ള ഒരു നിലനിൽപ്പുണ്ട് തന്നെ വിട്ടിട്ട് എന്ന് കരുതുന്നവനോട് പറയുകയാണ് നിന്റെ ആ കൽപ്പന മിഥ്യയാണ്. എന്നുവെച്ചാൽ നിന്റെ അറിവ് മിഥ്യാബോധമാണ്. ഇതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് പറയുന്നത് നിന്റെ അറിവല്ലേ പറയുന്നു. അത് നിന്നോട് പറയുന്നുണ്ടോ? ഞാനിതാ ഇവിടെ സ്വതന്ത്രമായി നിൽക്കുന്നു. നാമരൂപങ്ങൾ വിളിച്ചു പറയും ഞങ്ങൾക്കെല്ലാം സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്നില്ല. നിന്റെ അറിവാ പറയുന്നു ഈ നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്ന്. ആ അറിവ് അത് മിഥ്യയാണ്, അത് പരമാർത്ഥമല്ല. എന്നുവെച്ചാൽ അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? തത്വതഃ അന്യത്വേന നസ്തഃ, തത്വത്തിൽ അന്യമായി അത് നിലനിൽക്കുന്നില്ല. അപ്പോൾ ആ തത്വം തന്നെയാണ് നാമരൂപാത്മകമായി നിലനിൽക്കുന്നത്. ഭാഷ്യകാരൻ വേറെടുത്ത് പറയും ഈ നാമരൂപങ്ങൾ പരമാർത്ഥമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയും. അത് ഇവിടെയായിട്ട് വിരോധം വരരുത്. അതാണ് തത്വം. എന്താണ്? നാമരൂപങ്ങൾ തത്വമാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നാമരൂപങ്ങളുടെ തത്വം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിന്റെ തത്വം? അതാ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല, മറിച്ച് നാമരൂപങ്ങളെ പരമാർത്ഥത്തിൽ നിന്ന് വേറെയാക്കിയിട്ട് നാമരൂപങ്ങൾക്കൊരു തത്വമുണ്ട്, വേറൊരു പരമാർത്ഥമുണ്ട്, അങ്ങനെയല്ല പറയുന്നതെന്നാണ്. അത് വസ്തുന്തരി തത്വനസ്തഃ സലിലഭേന ഘടാതി വികാരവദേവ തഥാ. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ നാമരൂപങ്ങളല്ല, ഈ പ്രപഞ്ചം തത്വത്തിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ തത്വം തന്നെ. ചിലർക്ക് അങ്ങനെ ഒരു ഭ്രാന്തിയുണ്ട് അദ്വൈതത്തിൽ തന്നെ. ഇത് തത്വത്തിൽ നിന്ന് അന്യമല്ല എന്നേ പറയുന്നു.
ഇത് തത്വമാണെന്ന് പറയുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നാമരൂപങ്ങൾ തത്വത്തിൽ നിന്ന് അന്യമല്ല, പക്ഷെ ഇത് തത്വമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാമരൂപങ്ങൾ തത്വത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ അതെന്താണ്? അത് സ്വതന്ത്രമായ തത്വമുള്ള ഒന്നാണോ? അല്ല, അത് ഭാഷ്യകാരൻ നിഷേധിക്കുന്നു. തത്വത്തിൽ നിന്ന് അന്യമല്ല, സ്വതന്ത്രമായ തത്വം ഉള്ളതുമല്ല. അപ്പൊ പിന്നെ എന്താണ്? അത് തത്വം തന്നെയാണ്, അത് പരമാർത്ഥം തന്നെയാണ്. ചിലർ പറയുന്നു അത് പരമാർത്ഥമെന്ന് ഞങ്ങൾക്ക് പറയാൻ വയ്യ. പിന്നെന്താണ്? അത് തത്വമെന്നോ അങ്ങനെ പറയുന്നു, തത്വം അല്ല എന്നോ നിർവചിക്കാൻ കഴിയുന്നില്ല. അതാണ് ബുദ്ധി കുഴങ്ങിപ്പോകുന്നു. തത്വമാണെന്നോ തത്വമല്ല എന്നോ നിർവചിക്കാൻ വയ്യ. ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ പരമാർത്ഥ വസ്തുവിൽ നിന്ന് അന്യമല്ല, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തത്വം എന്ന് പറയാം. പക്ഷേ ഇത് സ്വതന്ത്രമായി തത്വമായി നിൽക്കുന്നില്ല, അതുകൊണ്ട് തത്വം എന്ന് പറയാനും വയ്യ. ഇതൊരു യുക്തിയാണ്. ആ യുക്തി നോക്കുമ്പോൾ ഇത് നാമരൂപങ്ങൾ അനിർവചനീയമാണെന്ന് പറയുന്നു. കേവലം യുക്തിയെ ആശ്രയിക്കുന്നു. ഇതൊരു യുക്തിയാണല്ലോ. യുക്തി എന്നുള്ളതിനെ പറയുന്ന തർക്കം. ഒരു തർക്കത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുവരും? നാമരൂപങ്ങൾ അനുവചനീയം. പക്ഷെ ഇവിടെ തർക്കത്തെ അല്ല ആശ്രയിക്കാൻ പറയുന്നു. പിന്നെന്താണ്? തത്വദൃഷ്ട്യ. നിങ്ങൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ തർക്കത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തർക്കം എപ്പോഴും അനിശ്ചിത സ്വഭാവമാണ് ഉള്ളതാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചും തർക്കത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നിശ്ചയത്തിലെത്തിക്കത്തില്ല, അനിശ്ചിത സ്വഭാവത്തിലെത്തിക്കും. ഇവിടെ ഇപ്പൊ പകലാണോ രാത്രിയാണോ നിശ്ചയിക്കാൻ പ്രയാസമാണ്. ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടെ പകൽ, വേറെ ഭാഗത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് അത് രാത്രി. അപ്പോൾ തർക്കിക്കാൻ പോയാൽ രണ്ടും തർക്കിക്കാം. വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടെ പകലെന്നും വെളിച്ചമില്ലാത്തതുകൊണ്ട് രാത്രിയും. പിന്നെ അതിന് ദേശഭേദം കാലഭേദങ്ങളൊക്കെ കൽപ്പിച്ച അവസാനം തത്വത്തിലെത്തേണ്ടി വരും, തർക്കത്തെ വിട്ടിട്ട്. അത് തർക്കം അനിശ്ചയ സ്വഭാവമുള്ളതാണ്, അതിനെ യുക്തിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ അതല്ല, തർക്കദൃഷ്ടിയല്ല ആശ്രയിക്കുന്നത്, തത്വദൃഷ്ടിയാണ്. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകം പറയുന്നു. എന്താണ്? പരമാർത്ഥ ദൃഷ്ടിയ. അങ്ങനെ ചിന്തിക്കുക, തർക്കദൃഷ്ടി വിടുക. പരമാർത്ഥ ദൃഷ്ടിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നാമരൂപങ്ങൾക്ക് സ്വത ആയ തത്വമില്ല. അപ്പോൾ അത് മനസ്സിലായ സ്വതന്ത്ര തത്വമില്ലാത്തതാണ്. എന്നാൽ പരമാർത്ഥ തത്വത്തിൽ നിന്ന് അത് അന്യമല്ല. അപ്പോൾ അത് പരമാർത്ഥ തത്വമായി. അവിടെ തർക്കത്തെ ആശ്രയിക്കുന്നില്ല, തത്വത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ തത്വദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരമാർത്ഥം തന്നെ. അതേസമയം തർക്കദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന് മായയെന്നോ മിഥ്യയെന്നോ ഭ്രമമെന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? ഭ്രമം, മായ, മിഥ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നാണ്, നിശ്ചയിക്കാൻ കഴിയുന്നില്ലെന്നാണ്. തത്വേന അന്യോത്വേനവ നിശ്ചയിതും അശക്യ എന്നൊക്കെ പറയും പണ്ഡിതന്മാർ. തർക്കത്തിന്റെ വഴിക്ക് പോയാൽ നിശ്ചയിക്കാൻ ഒക്കത്തില്ല. നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നിനാണ് പറയുന്നത് മായയെന്ന്. പിടികിട്ടുന്നില്ല. ഇന്ദ്രജാലക്കാരൻ ആനയെ ഉണ്ടാക്കി കാണിക്കുന്നു. അത് കൊമ്പും കുലുക്കി നടക്കുന്നുണ്ട്, അത് ഇല്ലാത്തതെന്ന് പറയാൻ വയ്യ. എന്നാൽ
ഇവിടെ ഒരു ആനയും ആനക്കാരനും വന്നിട്ടില്ല, അതുകൊണ്ട് ഉള്ളതൊന്നും പറയാൻ പോയി ആശയക്കുഴപ്പം വരും. എത്ര ചിന്തിച്ചാലും പിടികിട്ടില്ല. ഞാൻ പ്രത്യക്ഷമായി കണ്ടതാണ്. ഇതാണ് മായ എന്ന് പറയുന്നത്. ഈ പരമാർത്ഥത്തെക്കുറിച്ച് തർക്കദൃഷ്ടിയിലൂടെ പോയി കഴിഞ്ഞാൽ മായയിൽ, അവിദ്യയിൽ, മായ അല്ലെങ്കിൽ ഭ്രാന്തി ഇവിടെ എത്തിച്ചേരും. പരമാർത്ഥ ദൃഷ്ടി പോയാലോ പരമാർത്ഥ തത്വത്തിൽ എത്തിച്ചേരും. ഭാഷ്യകാരൻ ചിലപ്പോൾ ഈ എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ടി തർക്കദൃഷ്ടി അവലംബിക്കും. ഈ മായാജാലക്കാരൻ മായയെ കാണിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരുടെ മനസ്സിനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വിനോദം, ഒരു തമാശ. കാണുന്നവൻ അമ്പരം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം. അപ്പോ എതിരിടാൻ വരുന്നവനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ മായാപ്രയോഗം എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞ് അവനോട് മനസ്സിലാകത്തില്ല. അവനോട് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പോൾ തൽക്കാലം ശല്യം മാറിപ്പോട്ടെ, ഇവനോട് സംസാരിച്ച് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് അവിടെ മായാജാലം പ്രയോഗിച്ചിട്ട് ഈ തർക്കദൃഷ്ടി അവലംബിച്ചിട്ട് ചിലപ്പോൾ പറയും ഇത് മായയാണെന്ന് പറയും. തത്വദൃഷ്ടി പറയുമ്പോൾ പറയും ഇത് പരമാർത്ഥമാണ്. അത് ഇവിടെ തത്വദൃഷ്ടിയിലാണ് പറയുന്നത്. ഇത് വാദത്തിന് വേണ്ടി പറയുന്നതല്ല, എതിരാളിയെ പരാജയപ്പെടുത്താനോ തനിക്ക് ജയിക്കാനോ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ സംസാരിക്കും. നിത്യഭ്യോഗമാ, അങ്ങനെ നമുക്ക് സ്വീകരിക്കാം. തൽക്കാലം നീ മാറിപ്പോ, ഭൂതപ്രേതങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന പോലെ, ഉച്ചാടനം ചെയ്യുന്ന പോലെ. ഇവിടെ അങ്ങനെയല്ല. പരമാർത്ഥ ദൃഷ്ടിയാൽ എന്താണ്? തദപേക്ഷ ഏകമേവ അദ്വിതീയം. അതാണ് പരമാർത്ഥ ദൃഷ്ടിയിൽ പറയുന്നത്. ഇത് വളരെ അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരമാർത്ഥ ദൃഷ്ടിയിൽ എന്താണ്? തത്വദൃഷ്ടിയ ഏകമേവ അദ്വിതീയം. നേഹ നാനാസ്തി കിഞ്ചന. ശ്രുതി പറയുന്നതാണ്. ഇവിടെ നാനാത്വമില്ല. സത്യവും മിഥ്യവും എന്ന് രണ്ടില്ല. ആത്മാവും മായയും എന്ന് പറയുന്ന രണ്ടെണ്ണമില്ല. അങ്ങനെയൊന്നുമില്ല. കിഞ്ചന ഇത്യാദി പരമാർത്ഥ ദർശന ഗോചരത്വം. അത് വ്യക്തമായി പറയാണ്. ഈ പ്രപഞ്ചം പരമാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്നാണ്. ഗോചരം എന്ന് വെച്ചാൽ വിഷയം. പരമാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നു. എന്താണ്? മിഥ്യാജ്ഞാനത്തിലല്ല, മായാജ്ഞാനത്തിനല്ല, മറിച്ച് പരമാർത്ഥ ജ്ഞാനത്തിന് ഗോചരമാകുന്നു. എന്ത്? നാമരൂപാദി കാര്യജാതം എന്നാണ്. നാമരൂപാദി കാര്യജാതം പരമാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകും. അതുകൊണ്ട് ശങ്കരാചാര്യർ മായാവാദിയല്ല. അത് ശങ്കരാചാര്യര് ഭാഗികമായി മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പറയുന്നതാണ്. മിഥ്യാവാദിയാണ്, മായാവാദിയാണ്. അതല്ല ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. പിന്നെ ശങ്കരാചാര്യര് മായാജാലക്കാരനാണ്, ഇന്ദ്രജാലക്കാരനാണ്. ഇന്ദ്രജാലക്കാരനാണ് എന്തിന്? ഈ പ്രതിവാദികളുടെ, മർക്കടമുഷ്ടിയുള്ളവരുടെ ബുദ്ധിയെ മോഹിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില ഇന്ദ്രജാലങ്ങൾ പ്രയോഗിക്കും. അത് കണ്ടിട്ട് ഈ ഇന്ദ്രജാലം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഈ മർക്കടമുഷ്ടിയുള്ളവർ, താർക്കികന്മാർ, അവർ പറയുന്നു അയാളടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, അയാൾ വലിയ മായാവാദിയാണ്, ഇന്ദ്രജാലക്കാരനാണ്, അടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തത്വം മനസ്സിലാക്കാതെ ആക്ഷേപിക്കുന്ന. മറിച്ചാണെങ്കിൽ ഇവിടെ സ്പഷ്ടമായും പറയുന്നത് എന്താണ്? കിഞ്ചന ഇത്യാദി പരമാർത്ഥ ദർശന ഗോചരത്വം. പരമാർത്ഥ ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ത്? പ്രപഞ്ചം. അല്ലാതെ മായാജ്ഞാനത്തിന് വിഷയമാകുന്നു എന്നല്ല. ഇത് മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ വരികൾ വ്യക്തമായി വരുന്ന ഇവിടെയാണ്. നിർഭാഗ്യവശാൽ ഇതിനെയും മായാവാദമായിട്ട് വ്യാഖ്യാനിക്കുന്ന അദ്വൈതികളുമുണ്ട്. വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട്.
പരമാർത്ഥദൃഷ്ട്യ അന്യത്വേന തത്വതഃ നസ്തഃ പരമാർത്ഥ ദർശന ഗോചരമാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പരമാർത്ഥജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു. പ്രതിപദ്ധ്യതേ ജ്ഞായതേ, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. പിന്നെ വ്യാഖ്യാനം എന്ന് പറയുന്നൊരു കൗശലമാണ്. എങ്ങനെയും വ്യാഖ്യാനിക്കാം ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഭാഷകാരൻ എഴുതാനും പറയുന്നു എന്താണ്? തത്വദൃഷ്ട്യ, തത്വദൃഷ്ടിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആ തത്വദൃഷ്ടിയിൽ കാണുമ്പോൾ എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചത്തെ കാണാൻ വേണ്ടിയിട്ടാണ് തത്വദൃഷ്ടി. അപ്പോൾ ഇത് ആ തത്വം തന്നെയാണ്, പരമാർത്ഥം തന്നെയാണ്. എന്നർത്ഥം. യഥാതു സ്വാഭാവിക അവിദ്യ ബ്രഹ്മസ്വരൂപം രജ്ജു ശുക്തിക ഗഗനസ്വരൂപവദേവ സ്വേനരൂപേണ വർത്തമാനം കേനചിത് അസ്പൃഷ്ടസ്വഭാവമപി സൻ നാമരൂപകൃതകാര്യകരണോപാധിഭ്യോ വിവേകേന അവധാര്യതേ നാമരൂപ ഉപാധിദൃഷ്ടിരേവ ച ഭവതി സ്വാഭാവികി തഥാ സർവോയം വസ്തുന്തര അസ്തിത്വ വ്യവഹാര. അത് തന്നെ വളരെ വ്യക്തമായി പറയുക. സ്വാഭാവിക അവിദ്യയ ബ്രഹ്മസ്വരൂപം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് നേരത്തെ തത്വം എന്ന് പറഞ്ഞു, പരമാർത്ഥം എന്ന് പറഞ്ഞു, ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നു. ആ ബ്രഹ്മസ്വരൂപം അവിദ്യ കൊണ്ടാണ് നാമരൂപങ്ങളായി അനുഭവപ്പെടുന്നത്. ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമാണെന്ന്. അതാണ് നേരത്തെ പറഞ്ഞത്. അറിവെന്ന് പറയുന്നത് പരമാർത്ഥമായും ഭ്രാന്തമായും ഒന്ന് തന്നെ മാറുന്നു. അപ്പോൾ അവിടെ ചില ചോദിക്കുന്ന നിർഗുണമായിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന തത്വത്തിന് അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്ന് ചോദിക്കും. ബ്രഹ്മത്തിന് ഭ്രാന്തിയോ എന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വസ്തുവിന്റെ ആ സ്വരൂപത്തിന് അത് നിർഗുണമെന്നോ നിർവികാരമെന്നോ അവികാരിയെന്നോ എന്തോ പറയുക, അതിന്റെ സ്വരൂപത്തിന് മാറ്റം വരാതെ സംഭവിക്കുന്നതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മരുഭൂമിയിലെ ജലം മരുഭൂമിയിൽ നനയ്ക്കുന്നില്ല, കാനൽ ജലം മരുഭൂമിയെ നനയ്ക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ മരുഭൂമിയിലെ ജലമാണെങ്കിൽ നനയ്ക്കും, അത് കാനൽ ജലമാണെങ്കിൽ നനയ്ക്കത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ സ്വഭാവത്തെ വരുന്ന ഈ മാറ്റത്തെ ഭ്രാന്തി എന്ന് പറയുന്നു. അത് സംഭവിക്കുന്നതിന് ദോഷമില്ല, അതിന് മാറ്റം വരാതെയാണ് സംഭവിക്കുന്നതെങ്കിൽ. രജ്ജുവിൽ ഒരു മാറ്റവും വരാതെ അതിന് സർപ്പമായി വരാമെങ്കിൽ രജ്ജുവിന്റെ ഏകത്വം, നിർഗുണത്വം, നിർവികാരത്വം ഇതിനെന്തെങ്കിലും ദോഷം വരുന്നുണ്ട്. പക്ഷെ രണ്ടാമത് വരുന്നതിന് ഭ്രാന്തിയായി അത് പരമാർത്ഥമല്ല എന്ന് അംഗീകരിക്കും. പരമാർത്ഥമല്ലാതെ എങ്ങനെ സംഭവിക്കാം? അങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിക്കും ആചാര്യനോട്. പറയും, അത് നോക്ക്, രജ്ജു സർപ്പത്തെ നോക്ക്, അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, അതിനൊരു മാറ്റവും വരുത്താതെ തന്നെ അവിടെ സർപ്പം വന്നില്ലേ. ഇതെന്താണ്? ഇതാണ് ഇന്ദ്രജാലം, മറിമായം എന്ന് പറയും. അവിടെ ഇന്ദ്രജാലം അല്ലെങ്കിൽ മറിമായം എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തുവിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതല്ല. രജ്ജുവിന് ഒരു മാറ്റവും വരുത്താതെ ഒരു പ്രതീതി ഉണ്ടാകാമെങ്കിൽ ആ പ്രതീതിക്ക് വേണ്ടി പറയുന്ന ഒരു സമാധാനമാണ്. അവിടെ പ്രാധാന്യം എന്താണ്?
ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് പറയുകയല്ല, മായ എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുകയല്ല, മറിച്ച് അതിന്റെ ആ പരമാർത്ഥ സ്വരൂപത്തിന് ഒരു മാറ്റവും വരാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപം അത് ഏകവും അദ്വൈതവുമായിരിക്കെ തന്നെ അതിലൊരു മാറ്റവും വരുത്താതെ തന്നെ ഇതെല്ലാം സംഭവിക്കാം. അതിന് ഒരു മാറ്റവും വരാതെ ഇരിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അതാണ് സുഷുപ്തി ദൃഷ്ടാന്തം. അവിടെ ഇതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഉണ്ടായി. അവിടെ മായ ഉണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും മായയെ കണ്ടോ? അവിടെ രജ്ജു സർപ്പത്തെ കണ്ടോ? ഇല്ല. അവിടെ ഒരു മാറ്റവും ഇല്ലാതെ ഇരുന്നു. എന്നിട്ട് ഇവിടെ ഈ മാറ്റങ്ങളെല്ലാം വന്നു. ഇതിനെന്ത് പറയും? ഇതിന് പറയും അവിദ്യ. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ സ്വഭാവം. വേറെ സമാധാനമില്ലല്ലോ. എന്തായാലും ഇത് അംഗീകരിച്ചേ പറ്റൂ. ഈ രണ്ടവസ്ഥയും രണ്ടും സ്വാനുഭവമാണ്. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, ജാഗ്രത എന്ന് പറയുന്ന അനുഭവമാണ്. രജ്ജു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, അവിടെ സർപ്പം എന്ന് പറയുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിന് രണ്ടിനെ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ അനുഭവത്തെ നിഷേധിക്കാൻ വയ്യോ. പിന്നെ എന്തുകൊണ്ട്? ഒന്ന് സത്യവും മറ്റൊന്ന് ഭ്രാന്തിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ സ്വഭാവമാണ്. അത് അവിടെ പറഞ്ഞു എന്താണ്? ഇതൊക്കെ തുര്യന്റെ സ്പന്ദനമാണ് എന്നവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് സ്വഭാവമാണ്. ദേവശേഷ സ്വഭാവവും എന്ന ദേവന്റെ സ്വഭാവമാണ്. അതുകൊണ്ടിവിടെ ഭ്രാന്തി കൊണ്ടിവിടെ രണ്ടാകുന്നില്ല. സ്വാഭാവിക അവിദ്യ ബ്രഹ്മരൂപം രജ്ജു ശുക്തിക ഗഗന സ്വരൂപദേവ സ്വേന രൂപേണ വർത്തമാനം പറയുന്നു. അത് അതിന്റെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അതിന്റെ പരമാർത്ഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യണം. ഈ ജാഗ്രതത്തിനും താൻ തുര്യനാണ്, ജാഗ്രതത്തിനും താൻ സുപ്തനാണ്. അതാണ് പരമാർത്ഥം. അതിനൊരു മാറ്റവും വരാതെ തന്നെ ആണ് പറഞ്ഞത്. അവിടെ കാനൽ ജലം വരുന്നത് മരുഭൂമിയിൽ അല്പം പോലും നനയ്ക്കാതെ തന്നെ അത് പ്രതീതമാകുന്നു. കേനജിത് അസ്പൃഷ്ട സ്വഭാവമോവി എന്നൂടെ പറയുന്നു. ഇതിനൊന്നും ബാധിക്കുന്നില്ല. മായയോ അവിദ്യയോ മായാകാര്യങ്ങളോ നാമരൂപങ്ങളോ ഒന്നും ഇതിനെ സ്പർശിക്കുന്നില്ല. അസ്പൃഷ്ട സ്വഭാവം, ഒന്നുമായും സ്പർശിക്കാതെ ഈ ഭ്രാന്തിജന്യമായ വികാരങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ മായാകാര്യങ്ങളെന്ന് പറയുന്ന ഈ പ്രപഞ്ച ഭാനം അതിനെ സ്പർശിക്കുന്നില്ല. അസ്പൃഷ്ട സ്വഭാവം അഭിസൻ, അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഒരു മാറ്റവും വരാതെ നാമരൂപകാര്യകരണ ഉപാധിഭ്യോ, നാമരൂപകാര്യകരണ ഉപാധികൾ അതാണിതെല്ലാം. നാമരൂപങ്ങളും നാമരൂപകൃത കാര്യകരണ ഉപാധി. നാമരൂപങ്ങൾ ഓരോ നാമം കൊണ്ടും തിരിച്ചറിയുന്നു രൂപങ്ങൾ. അതുകൊണ്ട് വരുന്ന കാര്യകരണങ്ങൾ, ഇത് ശരീരമാണ്, ഇന്ദ്രിയമാണ്, മനസ്സ്. ഇതിൽ നിന്നും വിവേകേന അവധാര്യത. ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ വിവേകം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല, നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതിനെ തിരിച്ചറിയേണ്ടത് വിവേകം കൊണ്ടാണ്. ഒരുവനതിനെ വിവേകം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മറിച്ച് നാമരൂപ ഉപാധി ദൃഷ്ടിരേവ ഭവതി. നാമരൂപ ഉപാധി ദൃഷ്ടിയോടുകൂടിയിരിക്കുന്നു. പറയുന്നു ഞാൻ ഇന്നാരാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്. ഇതാണ് നാമരൂപ ഉപാധി ദൃഷ്ടി. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ തത്വദൃഷ്ടിയല്ല എന്നർത്ഥം. ആ തത്വദൃഷ്ടി തന്നെ അതാണ് വിവേകം. നാമരൂപോപാധി ദൃഷ്ടി എന്ന് പറയുന്നതോ ഇത് അവിവേകം കൊണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെ തന്നെ അവിവേകമെന്നോ രണ്ട് രീതിയിലും പറയാം. അവിവേകം കൊണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ പരമാർത്ഥം അറിയാത്തതുകൊണ്ട്. ഇത് അവിവേകം തന്നെ എന്തുകൊണ്ട് പറയുന്നു? ഞാൻ ഇന്നാരാണെന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട്. നാമരൂപ ഉപാധി ദൃഷ്ടിയെ അവിവേകം എന്ന് പറയുന്നു.
ക്ഷേപചബോധി സ്വാഭാവിക. ഈ ദൃഷ്ടിയും സ്വാഭാവികമാണ്. നാമരൂപ ഉപാധി ദൃഷ്ടി എന്ന് പറയുന്നതും സ്വാഭാവികമാണ്. എന്തിന്റെ സ്വഭാവം? ഇവിടെ രണ്ടില്ലല്ലോ, വേറെന്തിന്റെ സ്വഭാവം വരാൻ? ഇവിടെ ഒന്നേ ഉള്ളൂ. എന്താണ് മുമ്പ് പറഞ്ഞ ബ്രഹ്മസ്വരൂപം. അപ്പൊ സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ തന്നെ സ്വരൂപമാണ്, സ്വഭാവമാണ്. തഥാ ഇങ്ങനെ ഒരു നാമരൂപ ഉപാധി ദൃഷ്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് സർവോയം വസ്തുന്തര അസ്തിത്വ വ്യവഹാര. അതുകൊണ്ട് ഈ ഉപാധി ദൃഷ്ടിയിലിരിക്കുമ്പം വസ്തുന്തരങ്ങൾ, എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, നിന്റെ ശരീരം, പ്രപഞ്ചം, നാമരൂപം എന്നിങ്ങനെയുള്ള അസ്തിത്വ വ്യവഹാരം, അസ്തിത്വ വ്യവഹാരം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ അസ്തിത്വ പ്രതീതി ഉണ്ടാകുന്നു, അസ്തിത്വ ശബ്ദം പ്രയോഗിക്കുന്നു, അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നു. ശരീരത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, മനസ്സിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, ബാഹ്യമായ പ്രപഞ്ചത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, സ്വർഗ നരകാദികളെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ. ഇതാണ് ഇവിടെ പറയുന്നത് വസ്തുന്തര അസ്തിത്വ വ്യവഹാരം. ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു അവിവേകിയെ സംബന്ധിച്ചിടത്തോളം വസ്തുന്തര അസ്തിത്വ വ്യവഹാരമാണ്. തന്നിൽ നിന്നും അന്യമായ വസ്തുക്കളുടെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വ്യവഹാരമാണ്. ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ്. അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് ഇതിന്റെ തന്നെ സ്വഭാവമാണ്. എന്തുകൊണ്ട് ഈ സ്വഭാവം നിലനിൽക്കുന്നു? വിവേകമില്ലാത്തതുകൊണ്ട്. വിവേകമില്ലാത്തതുകൊണ്ട് ഈ വ്യവഹാരം നിലനിൽക്കുന്നു. വസ്തുന്തര അസ്തിത്വ വ്യവഹാരം. വിവേകമുണ്ടെങ്കിലോ അവനെ സംബന്ധിച്ച് പരമാർത്ഥ അസ്തിത്വ വ്യവഹാരം. അവിടെ രണ്ട് വസ്തുവില്ല. വിവേകമില്ലെങ്കിലോ വസ്തുന്തരം എന്ന് വെച്ചാൽ അന്യവസ്തു, തന്നിൽ നിന്നും അന്യമായ വസ്തുക്കളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. തത്വദൃഷ്ടിയിലാണെങ്കിലോ തത്വദൃഷ്ടിയെ, തത്വബോധത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ. ഇതാണ് വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസം. രണ്ടിടത്തുമുണ്ട് വ്യവഹാരം. ഒരാളുടെ വ്യവഹാരം എന്താണ്? ഇത് പരമാർത്ഥത്തിലുള്ള ബ്രഹ്മസ്വരൂപം, അതിന്റെ തന്നെ സ്വഭാവമായിരിക്കുന്ന അവിദ്യ, അതുകൊണ്ട് നാമരൂപാത്മകമായ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നു. ഇതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്. ഇതൊരു വ്യവഹാരം. ഇത് തത്വദൃഷ്ടിയിലുള്ള വ്യവഹാരം. മറിച്ചാണെങ്കിൽ എന്ത് പറയുന്നു? ഇതെന്റെ ശരീരമാണ്, ഇതെന്നിൽ നിന്നും ഭിന്നമാണ്, നീ എന്നിൽ നിന്നും ഭിന്നമാണ്, ഇവിടെ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഭേദമാണ്, ഈ ഭേദത്തെ നിരാകരിക്കുന്നതിനുള്ള ബോധമില്ല, അതുകൊണ്ട് ഇതാണ് സത്യം, ഈ സത്യത്തെ ആശ്രയിച്ചാണ് എന്റെ വ്യവഹാരങ്ങൾ എന്നിങ്ങനെ അന്യ അസ്തിത്വത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ഇതാണ് അദ്വൈത ബോധവും ദ്വൈത ബോധവും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈത ബോധമുള്ളവനും വ്യവഹാരമുണ്ട്. നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ ആശ്രയിച്ച് വ്യവഹാരമുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? ആ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലും തന്റെ അസ്തിത്വത്തെ ബോധിച്ചിട്ടാണ് വ്യവഹരിക്കുന്നത്. ആ വിവേകത്തെ സ്വായത്തമാക്കിയിട്ടാണ് അവൻ വ്യവഹരിക്കുന്നത്. അജ്ഞനങ്ങനെയല്ല. വസ്തുന്തര അസ്തിത്വ വ്യവഹാരം, അന്യവസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് വ്യവഹരിക്കുന്നത്.